124 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. ഈ അധ്യായത്തിലുടനീളം ദൈവം നമ്മോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭ്യമായിരുന്നില്ല എങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയേനെ. ദൈവം നമ്മളെ കരുതി. 2025 ഡിസംബർ മാസത്തിൽ നമുക്ക് വിശ്വാസത്തോടുകൂടെ പറയാം, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോയനേമായിരുന്നു, ഞാൻ ഒന്നുമില്ലാതായി തീർന്നേനേമായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശയുടെ അടിത്തട്ടിൽ, വേദനയുടെ അടിത്തട്ടിൽ, ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങളിൽ കരം പിടിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അദൃശ്യനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അദൃശ്യനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൃശ്യമായ നിലകളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ അവിശ്വാസവും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും നിരാശകളും ഒക്കെ പലപ്പോഴും ദൈവം ചെയ്ത പ്രവർത്തികളെ നമ്മിൽ നിന്ന് ആ ഓർമ്മകൾ എടുത്തു മാറ്റുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. എന്നാൽ ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇനിമേലാലും ദൈവം നടത്താൻ വിശ്വസ്തനാണ്. നമുക്ക് ദാവീദ് രാജാവിനോട് കൂടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടെ പറയാം. ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ, ധൈര്യം പകരട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, 1-2 പേർക്ക് ഈ മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഈ വർഷം ദൈവം നടത്തിയ വിധങ്ങൾ ഒന്ന് ഓർക്കുവാൻ മറ്റുള്ളവർക്കും ഈ വാക്കുകൾ സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.